ഫ്രണ്ട്സ്, റഷ്യയിൽ ഇപ്പോൾ സമ്മറാണ്. അപ്പോൾ ഇവിടുത്തെ സമ്മർ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റഷ്യയിലേക്കൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ സമ്മർ സമയമാണ് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം. കാരണം നമ്മൾ ക്ലൈമറ്റ് ചൂടുള്ള സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരായതുകൊണ്ട് മഞ്ഞിനകത്ത് കാണാൻ നല്ല രസമാണ്. പക്ഷേ മഞ്ഞിനകത്ത് നമുക്ക് അത്ര വലിയൊരു രസം ഉണ്ടാവില്ല, നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സമ്മർ സമയത്ത് വരിക. ഈ സമയം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ കുറച്ച് മഴയുണ്ടാവും. ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. ആ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. റഷ്യ എപ്പോഴും നല്ല സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. റഷ്യയിൽ എപ്പോഴും ഞാൻ കാണുമ്പോഴും ഈ എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് സമ്മർ സമയത്തെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നല്ലതായിട്ട് ഫിസിക്കലി എക്സർസൈസ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ സമ്മർ സമയത്തൊക്കെ ഒരുപാട് നടക്കുന്നവരാണ് ഇവർ. സമ്മർ സമയത്ത് സിറ്റികളിലെ പാർക്കുകളിലെല്ലാം ഇങ്ങനെ സമ്മറിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. വിൻ്റർ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡെക്കറേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. എന്ത് കാണാനും നല്ല രസമാണ്. ഇതിപ്പോൾ ഒരു ഈവനിങ്ങിലെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് ആൾക്കാർ ചെസ്സ് കളിക്കുന്നു, അങ്ങനെ കുറച്ച് പേര് നടക്കുന്നു, വേറെ ചിലർ ഒരിടത്തിരുന്ന് സൊറ പറയുന്നു. അങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് എപ്പോഴും. ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഭയങ്കര ഹൈപ്പർ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നവരൊന്നും അല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാഴ്ച ഈ സമ്മർ സമയത്ത് പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി റിലാക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെയാണ്. കാരണം ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ആക്കി കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. കാരണം ഇവർക്ക് യൂറോപ്പിലേക്കൊന്നും ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വന്തം രാജ്യത്ത് തന്നെ ഇവർക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഇവർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, കാര്യങ്ങൾ, ഇവിടുത്തെ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നൈറ്റ് വാക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണിത്. ഇങ്ങനെ ഒരിക്കലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തടാകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ആളുകൾ അങ്ങനെ എന്ത് പറഞ്ഞ ഇതുപോലെ ഡ്രഗ്സ് അടിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫാണ് നൈറ്റ് വാക്കിങ് കാര്യങ്ങൾ. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രൂതിൻ്റെ തീരത്ത് വന്നിരുന്നിട്ട് ബുക്ക് വായിക്കുന്നവരും അങ്ങനെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം റഷ്യ എപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ട്രാംവേ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റി ഫുള്ള് റെഡ് സ്ക്വയർ വരെ ഇങ്ങനെ ചുറ്റി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റെഡ് സ്ക്വയറിൽ വരെ പോയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇങ്ങനത്തെ ട്രാംവേ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നൈറ്റ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, യുദ്ധം ഇവിടെയാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് റഷ്യയുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് പിന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യുക. താങ്ക് യു.